പുഴ പലപ്പോഴും പല രീതിയിലാണ്. ചിലപ്പോൾ വളഞ്ഞു പുളഞ്ഞൊഴുകും, ചിലപ്പോൾ തട്ടിയും മുട്ടിയും ഒഴുകും, ചിലപ്പോൾ ശാന്തമായി ഒഴുകും. ശാന്തമായി ഒഴുകുന്ന പ്രവാസ ജീവിതങ്ങളിലേക്ക് ഒരു എത്തിനോട്ടമാണ് മറുനാടും മലനാടും. എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ജീവിതത്തിൻ്റെ മരുപ്പച്ച തേടി കേരളത്തിൽ നിന്നും മറുനാട്ടിലെത്തിയവരെ കുറിച്ചാണ് മറുനാടും മലനാടും. ബാംഗ്ലൂർ മലയാളികളോടൊപ്പം ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ടോം. ഞാൻ ജീനാൻ എഞ്ചിനീയറിംഗ് കമ്പനിയുടെ മാനേജിങ് ഡയറക്ടറാണ്. എൻ്റെ ഫാദർ-ഇൻ-ലോ മിസ്റ്റർ തോമസ് കമ്പനിയുടെ ചെയർമാനും ഫൗണ്ടറുമാണ്. ഞാൻ 97-ലാണ് ജീന എഞ്ചിനീയറിംഗ് കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത്. അതിനു മുമ്പ് ഇവിടെ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയിൽ വർക്ക് ചെയ്യുമായിരുന്നു, ഒരു പ്രൊഡക്ഷൻ അസിസ്റ്റൻ്റായിട്ട്. ഒരു സൈറ്റ് എഞ്ചിനീയർ എന്നുള്ളൊരു ലെവലിലാണ് ഞാൻ എൻ്റെ കരിയർ കൺസ്ട്രക്ഷൻ ലൈനിൽ സ്റ്റാർട്ട് ചെയ്തത്. ആദ്യത്തെ പ്രോജക്റ്റ് ഒരു ചർച്ചായിരുന്നു. MSFS ഫാദേഴ്സിൻ്റെ ഒരു പള്ളി ഇലക്ട്രോണിക് സിറ്റിയിൽ, അതായത് ഹെബ്ബഗോഡിയിൽ ചെയ്തു. അത് കംപ്ലീറ്റ് ആയ ഉടനെ തന്നെ ബയോകോൺ, അതിൻ്റെ എതിർവശത്തുള്ള ഒരു ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയാണ്. വളരെ വളരെ പോപ്പുലറാണ് ഇപ്പോൾ ആ കമ്പനി. റൺ ബൈ എ ലേഡി കോൾഡ് കിരൺ മസുംദാർ ഷോ. അപ്പോൾ അത് 15 വർഷമായിട്ട് അവരുടെ പ്രോജക്റ്റുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനുള്ള ഭാഗ്യം ലഭിച്ചു. ചെന്നൈയിലും പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്, മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഗ്രേറ്റ് ലേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ്, അത് OMR റോഡിൽ അത് ചെയ്തു. ബാംഗ്ലൂരിലുള്ള പല ബിൽഡിങ്ങുകളും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഇൻഫന്റ് ജീസസ് പള്ളിയുടെ കൺസ്ട്രക്ഷനിൽ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ പ്രസ്റ്റീജ് ഗ്രൂപ്പിൻ്റെ അക്രോപോളിസ് എന്ന് പറഞ്ഞ റെസിഡൻഷ്യൽ പ്രോജക്റ്റ്, അത് അവർക്ക് ഏഷ്യയിലെ തന്നെ ബെസ്റ്റ് റെസിഡൻഷ്യൽ പ്രോജക്റ്റിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. അതിൻ്റെ കൺസ്ട്രക്ഷനിലും കുറച്ച് സമയം അതിനകത്ത് ചെലവഴിക്കാൻ സാധിച്ചു. പിന്നീട് ചെയ്തൊരു പ്രോജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഈസ്റ്റേൺ ഷിപ്പിംഗ്, ജി കോർപ്പ് എന്ന് പറയുന്ന അവരുടെ സൗത്ത് ഇന്ത്യ ഡിവിഷൻ്റെ സ്കൈ ഗാർഡൻസ് എന്ന് പറഞ്ഞ റെസിഡൻഷ്യൽ പ്രോജക്റ്റ്. ഇത് 22 നിലയാണ്. മുകളിലൊരു ഹെലിപ്പാഡും ടെറസ് ലെവലിൽ ഓരോ ഫ്ലാറ്റിലും അതിൻ്റെ ബാൽക്കണിയിൽ ഗാർഡനുള്ള സൗകര്യം. ബാംഗ്ലൂരിൽ ഇപ്പം നിലവിലുള്ള ഏറ്റവും വില കൂടിയ അപ്പാർട്ട്മെൻറ്റ് എന്ന് വേണേൽ പറയാം. ഏകദേശം 20 കോടി രൂപ റേറ്റിലാണ് വിറ്റഴിച്ചിട്ടുള്ളത്. പിന്നെ അങ്ങനെ ഒരു സ്കീമിലൊരു പ്രോജക്റ്റ് ബാംഗ്ലൂർ വന്നിട്ടില്ലായിരുന്നു ആ ഒരു 3-4 വർഷം മുമ്പുള്ള കാലഘട്ടത്തിൽ. ഇപ്പോൾ ഒരു ആവറേജ് ഒരു റിക്വയർമെൻ്റ് എന്ന് പറയുന്നത് ഒരു 60 ലക്ഷം തൊട്ട് 90 ലക്ഷം, 1 കോടി രൂപ വരെയുള്ള അപ്പാർട്ട്മെൻറ്റുകൾക്കാണ് കൂടുതൽ ആൾക്കാർ താല്പര്യപ്പെടുന്നത്. പക്ഷേ അതിലും ഉപരിയായിട്ട് ഇപ്പം നമ്മുടെ NRIs, ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലുള്ളവരും അല്ലാതെ ഉള്ള ബിസിനസ് ആൾക്കാരും ബാംഗ്ലൂർ ഒരു ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെസ്റ്റിനേഷൻ എന്നുള്ള ഇത് വെച്ചിട്ട് അതിലുമൊക്കെ വളരെ കൂടി ഇപ്പം 1 കോടി മുതൽ ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ 20 കോടി വരെയുള്ള ഏത് റേഞ്ചിലുള്ള പ്രോജക്ട്സ് മേടിക്കാനുള്ള പ്രോജക്ട്സ് ബാംഗ്ലൂരിലുണ്ട്. ഇപ്പം അപ്പാർട്ട്മെൻറ്റ്സ്, അതിനുള്ള സ്പെസിഫിക്കേഷനുള്ള വില്ലാസും അപ്പാർട്ട്മെൻറ്റ്സും രണ്ടും ഉണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കൺസ്ട്രക്ഷൻ കൂടാതെ ഡെവലപ്മെൻറ്റിലോട്ട് ജീന ഷാലോം എന്ന് പറഞ്ഞൊരു പ്രോജക്റ്റ് കൃഷ്ണരാജപുരത്ത്, ഓൾഡ് മദ്രാസ് റോഡ് എന്ന് പറയും. അത് CNBCയുടെ റിയാലിറ്റി ഷോയിൽ
ബാംഗ്ലൂരിൽ ഇപ്പം ഓൾ മദ്രാസ് റോഡിൽ ഈസ്റ്റ് ബാംഗ്ലൂരാണ് ഡെവലപ്മെൻറ്റിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്നു. അതിൽ ജീന ഷാലോമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ അവരത് അഡ്വൈസ് ചെയ്തിരുന്നു. നമ്മൾ അതിനകത്ത് മുൻഗണനയിലായിട്ട് കാണുന്നത്. ഇതിനകത്തൊരു മേജർ ഫാക്ടർ ഘടകം എന്ന് പറഞ്ഞാൽ അതിനകത്തൊരു ക്വാളിറ്റി ആസ്പെക്റ്റാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ട് ഇങ്ങനെ ഒരു കോമ്പറ്റീറ്റീവ് പ്രൈസിൽ ഒരു ബെസ്റ്റ് പ്രോഡക്റ്റ് ആൾക്കാർക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വർഷം അവസാനമാണ് അതിൻ്റെ കംപ്ലീഷൻ ഉദ്ദേശിക്കുന്നത്. അത് ഞങ്ങളുടെ 50 വർഷത്തെ കൺസ്ട്രക്ഷൻ്റെ ജൂബിലിയും ഉണ്ട്. അപ്പോൾ അവിടെ തന്നെ അതിൻ്റെ 50 വർഷം സെലിബ്രേറ്റ് ചെയ്യണമെന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത്. ബാംഗ്ലൂരിൽ ഒരു പക്ഷേ 50 വർഷത്തെ കൺസ്ട്രക്ഷൻ്റെ പാരമ്പര്യം ഉള്ള ഒരു കമ്പനി ഒരു പക്ഷേ ഉണ്ടായിരിക്കില്ല, ബാംഗ്ലൂർ ബേസ്ഡ്. പിന്നെ നമ്മളത് വളരെ വളരെ കോസ്റ്റ് എഫക്റ്റീവ് വിത്ത് ദ ബെസ്റ്റ് ക്വാളിറ്റിയാണ് നമ്മളത്. അതുകൊണ്ട് വളരെ കുറച്ച് മാർക്കറ്റിംഗ് എഫേർട്ടിലൂടെ ഈ ജീന ഗ്രൂപ്പിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അറിഞ്ഞുകൊണ്ട് അത് എൻഡ് യൂസേഴ്സ് അല്ലാതെ ഇൻവെസ്റ്റേഴ്സ് അല്ല, എൻഡ് യൂസേഴ്സ് വളരെയധികം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ പ്രോജക്ട്സിൽ. അതുകൊണ്ട് ഇതിനകത്തൊരു റിസ്ക് ഫാക്ടറായിട്ട് ഒന്നും കാണുന്നില്ല. Bello Bus Rentals, the ultimate transport solution. The home in your dreams. The comfort you wanted. We have many options. Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson & Sons, Builders and Developers Private Limited. Trust across generations. UAE Exchange, world's trusted money transferer. The home in your dreams. The comfort you wanted. We have many options. Nova Castle, Meridian Heights, Blue Diamond, Oakdale, Sharon Hills. One builder with many options. Samson & Sons, Builders and Developers Private Limited. ക്വാളിറ്റി കൺസ്ട്രക്ഷന് ഞങ്ങളത് അങ്ങനെയാണ് അറിയപ്പെട്ടിരുന്നത് ഇപ്പോഴും. എങ്കിൽ പോലും അതിനകത്ത് പിന്നീടും അതിനകത്ത് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ISO സർട്ടിഫിക്കേഷന് പോയിരുന്നു. അതിനകത്തൊരു സിസ്റ്റംസ് പ്രൊസീജിയേഴ്സ് കൊണ്ടുവന്നു. ഓരോ സ്റ്റെപ്പിലും ഇത് മോണിറ്റർ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സും അതിനുള്ള ചെക്ക് ലിസ്റ്റും ഉണ്ട്. പിന്നെ സ്റ്റാഫിനെയൊക്കെ അതിന് ട്രെയിൻ ചെയ്തു. ഞങ്ങളുടെ സ്റ്റാഫുകൾ എന്ന് പറഞ്ഞാൽ അതൊരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് കമ്പനിയിൽ. മിക്കവാറും അട്രീഷൻ ലെവലിൽ വളരെ ലോ ആണ്. എല്ലാവരും കൂടുതലും സീനിയർ ലെവലിലുള്ളൊരു 20 വർഷം മുകളിൽ സമയം ചെലവഴിച്ചവരാണ് കൂടുതലും. 35 വർഷം 40 വർഷം 45 വർഷമൊക്കെ ജോലി ചെയ്തിട്ട് റിട്ടയർ ചെയ്തവരുമുണ്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും. അങ്ങനെ ഒരു ഫാമിലി അറ്റ്മോസ്ഫിയറാണ് ഞങ്ങളുടെ സ്റ്റാഫും എല്ലാവരുമായിട്ട്. ഏകദേശം 450ഓളം പെർമനൻറ്റ് സ്റ്റാഫും ഏകദേശം ഒരു 3000-ലധികം ലേബർ ഫോഴ്സും വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അപ്പാർട്ട്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുമ്പം 3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. ഒന്ന്, അതിൻ്റെ ലീഗാലിറ്റി ഓഫ് ദ പ്രോപ്പർട്ടി. സെക്കൻഡ്, അതിൻ്റെ ക്രെഡിബിലിറ്റി ഓഫ് ദ ഡെവലപ്പർ. ആൻഡ് 3 എന്ന് പറയുന്നത് അതിൻ്റെ ക്വാളിറ്റി ഇൻ കൺസ്ട്രക്ഷൻ, അതിൻ്റെ പ്രൈസിങ്. ഇത് 3 കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. ഇത് വസന്ത് നഗറാണ്. ഇത് വാസ്വാനി ഡെവലപ്പേഴ്സിന് വേണ്ടി നമ്മൾ ചെയ്തൊരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ലാൻഡ്മാർക്ക് ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത് റിച്ച്മണ്ട് സർക്കിളിൽ ദൊണ്ടൂസ ഡെവലപ്പേഴ്സിന് ഏകദേശം 24 ഫ്ലോർസാണ് അതിൻ്റെ ഹൈറ്റ്. നെക്സ്റ്റ് 15 മാസം ടൈമും കൊണ്ട് തീരും. കൂടാതെ അതും
this will be one more feather in our cap. മുംബൈയും ഡൽഹി എല്ലാം മാർക്കറ്റ് അവിടെ സെയിൽസ് വളരെ ഡൗൺ ആണ്. പക്ഷേ ബാംഗ്ലൂരിൽ ഇപ്പോഴും ഈ വർഷവും അത് ഏകദേശം 22% ഗ്രോത്ത് റേറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലും ഇവിടുത്തെ ഐ ടി മേഖലയിലുള്ളവരും എൻഡ് യൂസേഴ്സാണ് ഇവിടെ. ഒരു ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റ് അല്ലാതെ എൻഡ് യൂസേഴ്സ് അപ്പാർട്ട്മെൻറ്റിൽ പ്രത്യേകിച്ച് ഐ ടിയിലുള്ള എംപ്ലോയീസും അല്ലാതെ ഉള്ളവരും ഇൻവെസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് വളരെ മുൻപന്തി. ബാംഗ്ലൂർ മാർക്കറ്റ് ഇപ്പോഴും റിയൽ എസ്റ്റേറ്റിൽ മുൻപന്തി നിൽക്കുന്നു. അത് ബാംഗ്ലൂരിലോട്ട് വരുന്ന ഡെവലപ്പേഴ്സോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ഇൻവെസ്റ്റേഴ്സ് അവർ ഇവിടുത്തെ ലോക്കൽ ആർക്കിടെക്ട്സിനെ അപ്പോയിൻ്റ് ചെയ്യും. അവർ വഴി ഒരു പ്രിലിമിനറി എൻക്വയറി നടത്തും. ഇവിടുത്തെ ലീഡിങ് കോൺട്രാക്റ്റിംഗ് കമ്പനീസ് ഏതാണ്, എക്സ്പീരിയൻസും ക്വാളിറ്റി. അപ്പം അത് വരുമ്പം നമുക്കുള്ള അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ 50 വർഷത്തെ പാരമ്പര്യവും അതിലുപരി ചെയ്തിട്ടുള്ള ബിൽഡിങ്സിൻ്റെയൊക്കെ അതിൻ്റെ ക്വാളിറ്റി ഇത് വെച്ചിട്ട് നമ്മളെ കൂടുതലും കൺസിഡർ ചെയ്യാറുണ്ട്. ടെൻഡർ ഡോക്യുമെൻറ്റ്സ് വരാറുണ്ട്. അങ്ങനെ ഒരു പ്രോജക്റ്റ് ലഭിക്കാൻ വേണ്ടി ഒരു എക്സ്ട്രാ മാർക്കറ്റിംഗ് എഫർട്ടോ അതിനൊരു ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല. ആൾക്കാരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളെ തേടി എത്തുന്നു എന്ന് തന്നെ അഭിമാനിക്കാം. നമ്മുടെ റിയൽ എസ്റ്റേറ്റ് ഇതിൽ വളരെ മുന്നേറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബില്ല് പാർലമെൻറ്റിൽ വരാൻ പോകുന്നു. അതിനു മുമ്പ് എന്താ സംഭവിച്ചിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു പ്രോജക്റ്റിന് ഒരു ലാൻഡ് ഉണ്ട്, ഒരു ബ്രോഷറൊക്കെ പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ സാങ്ഷൻ വരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ സെയിൽസ് സ്റ്റാർട്ട് ചെയ്യുന്നു, പണം അവർ സ്വീകരിക്കുന്നു. അപ്പോൾ അത് ഒക്കെ കുറച്ച് തെറ്റായ രീതികളിൽ ആൾക്കാർ ചിലരെങ്കിലും അത് ഒരു കബളിപ്പിക്കാനുള്ള മെൻറ്റാലിറ്റിയിൽ അതങ്ങനെ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് ഒരു ബാഡ് നെയിം അതിനകത്തുണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അതൊന്നും ചെയ്യുന്നവരും വളരെ കുറവാണ്. അങ്ങനെ ചെയ്യാൻ സാധിക്കുകയില്ല. എല്ലാ സാങ്ഷൻസും വന്നു കഴിഞ്ഞ് അതിൻ്റെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. എല്ലാ NOCസും അതിൻ്റെ കോമ്പറ്റൻ്റ് അതോറിറ്റിയുടെ അപ്രൂവൽ കിട്ടിയാലാണ് നമുക്കത്, പ്രത്യേകിച്ച് ഞങ്ങളെപ്പോലെ ഉള്ളവർ എല്ലാ അപ്രൂവൽസും എല്ലാ NOCസും അതിനുള്ള എല്ലാ രേഖകളും നമ്മുടെ കൈവശം വന്നിട്ട് മാത്രമേ ഒരു പ്രോജക്റ്റ് അതിൻ്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുകയും അതിൻ്റെ വിൽപ്പന ആരംഭിക്കുകയും ചെയ്യാറുള്ളൂ. മുൻകാലങ്ങളിൽ ചില ഡെവലപ്പറൊക്കെ ഇതിൻ്റെ സാങ്ഷനൊക്കെ കൈ വരുന്നതിന് മുമ്പ് അവർ വിട്ടിരുന്നു. അതുകൊണ്ട് ആ പണം വേറെ പ്രോപ്പർട്ടി മേടിക്കാനും വേറെ കാര്യങ്ങൾക്കൊക്കെ ഡൈവേർട്ട് ചെയ്തിരുന്നു. അതുകൊണ്ട് ചില പ്രോജക്റ്റുകളിലൊക്കെ പണം സ്വീകരിച്ചിട്ട് അത് അവർക്ക് നടത്താൻ പറ്റാതെ വന്നിട്ടുണ്ട്. വരും കാലങ്ങളിൽ ഒരു വൻ ഉയർച്ച ഇതിനകത്ത് നേടണം. വളരെ പ്രോജക്റ്റുകൾ ഡെവലപ്മെൻറ്റ് സൈഡിൽ, കൺസ്ട്രക്ഷൻ കൂടാതെ ഡെവലപ്മെൻറ്റ് സൈഡിൽ ചെയ്യണമെന്നുള്ളത് തന്നെയാണ് കമ്പനിയുടെ ഒരു വിഷനും എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരാഗ്രഹവും. എൻ്റെ പേര് TJ തോമസ് എന്നാണ്. 56 ഫെബ്രുവരിയിൽ വന്നതാണ് ബാംഗ്ലൂർ. 8 വർഷം ധർമാരാം കോളേജിൽ ജോലി ചെയ്തു, കൺസ്ട്രക്ഷൻ സൂപ്പർവൈസറായിട്ട്. അത് കഴിഞ്ഞ് 64 ഞാൻ തന്നെ ഒരു കോൺട്രാക്ടറായിട്ട് പണി ചെയ്തു. അത് കഴിഞ്ഞ് പാർട്ട്ണർഷിപ്പാക്കി കമ്പനി, പിന്നെ പ്രൈവറ്റ് ലിമിറ്റഡാക്കി. ജീന എൻജിനീയറിംഗ് എന്നുള്ള പേര് വെച്ചത് ഇത് കോൺട്രാക്ടർ പണി തുടങ്ങിയപ്പം ഞാൻ ബാച്ചിലറായിരുന്നു. അത് അന്നേരം ഒക്കെ എൻ്റെ പേരിൽ തന്നെയാണ് പ്രോജക്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് കമ്പനി വലുതാകാൻ തുടങ്ങിയപ്പോൾ പേര് വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ അങ്ങനെ പലരും പറഞ്ഞു. അപ്പം എൻ്റെ ഭാര്യ പറഞ്ഞു, നിങ്ങളെന്തിനാ ഈ പേരിന് വേണ്ടി വിഷമിക്കുന്നത്, മോളല്ലേ ഉള്ളത്, മോളുടെ പേര് വയ്ക്കാൻ പറഞ്ഞു. എനിക്ക് 2 മക്കളാണ്, 2 ഗേൾസ്. അത് മൂത്തയാൾ ജീന, രണ്ടാമത്തെ മോള് പേര് ലത. ടോമാണ് MD ആൻഡ് ദ പേഴ്സൺ, ദ ഡൈനാമോ ബിഹൈൻഡ് അവർ ഓർഗനൈസേഷൻ, ഐ മസ്റ്റ് സേ. ഞങ്ങളുടെ ക്വാളിറ്റി
timely completion and also very good relationship with the clients, yes, with the customers. നമ്മളിപ്പോൾ പോകുന്ന വഴിക്ക് സിറ്റി സെൻറ്ററിലൊരു വളരെയധികം പ്രോജക്ട്സ് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ ബിൽഡിങ് അന്ന് ലിഡോ ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു ഇവിടെ, അത് അവർ ഡിമോളിഷ് ചെയ്ത് കമേഴ്ഷ്യൽ ആക്കി. ഈ പണി ഞാൻ ചെയ്യാൻ കാരണം അതിൻ്റെ ഓണർ വാസ് എ ഫ്രണ്ട് ഓഫ് മൈൻ. ഇറ്റ് വാസ് ഓൺലി ജസ്റ്റ് എ സ്മോൾ ടൗൺ. 56 ഞാൻ വരുമ്പോൾ ഒരു ചെറിയ ടൗൺ ആയിരുന്നു. ഇപ്പോൾ അന്ന് ഫ്യൂ ലാക്സ് വേർ ദ പോപ്പുലേഷൻ. ഇപ്പോൾ എനിക്ക് 83 വയസ്സായിട്ടുള്ളൂ. ഈ കാണുന്നത് വായു ചേമ്പേഴ്സ് ജീന എൻജിനീയറിങ്ങിൻ്റെയാണ്. അത് ഞങ്ങൾ ചെയ്തിട്ട് 35 years ആയി. മണിപ്പാൽ സെൻറ്റർ കൂടുതലും ഓഫീസേഴ്സാണ്, പിന്നെ ഹോട്ടലുണ്ട് ഇതിൽ. ഡോണേഴ്സ് ഹോട്ടൽ ബ്ലോക്ക്, ബട്ട് ഐ ഡോണ്ട് നോ എല്ലാം. ഇത് അന്നത്തെ ഒരു ലാൻഡ്മാർക്ക് പ്രോജക്റ്റാണ്. ഈ ഷോപ്പിംഗ് മോളുകളൊക്കെ വരുന്നതിന് മുമ്പ് ഇതിനകത്തെല്ലാം ഓഫീസ് സ്പേസാണ്. മോളിൻ്റെ ഒരു കോൺസെപ്റ്റ് അല്ലെങ്കിലും എല്ലാ ഓഫീസ് സ്പേസും ഹോട്ടലും ഇതായിരുന്നു ഇന്നത്തെ ഒരു ഇതായിരുന്നു. ഇത് പണിത സമയത്ത് ഈ ബിൽഡിങ്ങുകളൊന്നും ഇല്ല. MG റോഡിലുള്ള ആദ്യത്തെ ഒരു ഹൈ റൈസ് ബിൽഡിംഗ് ആണത്. They used to be, even now they are having commercial street business, various business they have got. There are 2 buildings side by side and then a mini one next to that. All you can put top is red there, but the buildings are all black. വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്റ്റാണ്. ഇൻഫന്റ് ജീസസ് ഷ്രൈൻ എന്നാണ് ഇന്ത്യയിലുള്ള എല്ലാ പള്ളികളിലും വെച്ച് വൺ ഓഫ് ദ വെരി ബെസ്റ്റ് എന്നാണ് പറഞ്ഞത്. ക്വാളിറ്റിയിലും വലിപ്പത്തിലും എല്ലാ വിധത്തിലും. അവിടെ ഡെയിലി പ്രെയർ സർവീസ് ഉണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് ഫുൾ കപ്പാസിറ്റി. ഇത് HM ഗ്രൂപ്പിന് വേണ്ടിയിട്ട് ചെയ്ത കമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. HM ഗ്രൂപ്പിന് ഞങ്ങൾ വേറെയും ബിൽഡിങ്സ് ബാംഗ്ലൂർ ചെയ്തിട്ടുണ്ട്. നാരായൺ മൂർത്തി, ചെയർമാൻ ഓഫ് ഇൻഫോസിസ്, അങ്ങേരുടെ ആദ്യത്തെ ബിൽഡിങ്സൊക്കെ ഞങ്ങളാണ് ചെയ്തത്. കർണാടകയിലെ തുംകൂർ, ഹൂബ്ലി, വിജയവാഡ ചെയ്തിട്ടുണ്ട്. കേരളത്തിലേക്ക് പിന്നെ അവിടെയും ഞാൻ ചെയ്തിട്ടുണ്ട്. തൃശ്ശൂർ, എറണാകുളം. കോമ്പറ്റീഷൻ എപ്പോഴും നല്ലതാണ് എല്ലാ കാര്യത്തിനും. ചിലരൊക്കെ സഫർ ചെയ്യും, ചിലരൊക്കെ. ഇപ്പം ഞങ്ങൾക്കങ്ങനെ ഈ കോമ്പറ്റീഷൻ വില കുറച്ച് ചെയ്യാൻ പറ്റിയ ആളുകളുണ്ട്, ചെയ്യുന്നവരുണ്ട്. അവരുടെ ക്വാളിറ്റിയും നമ്മുടെ ക്വാളിറ്റി ആയിട്ട് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. നമസ്കാരം. നമ്മളിപ്പോൾ ദുബായ് കരാമയിലുള്ള മലബാർ പാരീസ് റെസ്റ്റോറൻറ്റിനെ കുറിച്ച് UAE-യിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. എല്ലാ മലയാളികളും സ്ഥിരമായെങ്കിലും വല്ലപ്പോഴെങ്കിലും വന്ന് ഭക്ഷണം കഴിച്ചിട്ടുള്ള രുചികരമായ ഭക്ഷണം കിട്ടുന്ന റെസ്റ്റോറൻ്റാണ്. അടുക്കള നിറച്ച് പാചകമാണ്. നമുക്ക് വേണ്ടി ഇനി എന്താണാവോ ശരിയാക്കി തരാൻ പോകുന്നത്. വല്ലതും ഉണ്ടോ? ആ, എന്താണ് പരിപാടി? മലബാർ ചിക്കൻ ബിരിയാണി. മലബാർ ദം ചിക്കൻ ബിരിയാണി അല്ലേ? ബിരിയാണി നമ്മൾ പൊതുവെ എല്ലാവരും വീട്ടിൽ റെഡിയാക്കുന്നതാണ്. പക്ഷേ മലബാർ പാരീസിലെ ചിക്കൻ ബിരിയാണിക്ക് എന്താണ് പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം മസാലകൾ, ചേരുവകളാണ്. എന്തൊക്കെയാണ്? ഉള്ളി, തക്കാളി, ഡാൽഡ, തൈര്, ഗരം മസാല. അതായത് പട്ട, ഏല, ഗ്രാമ്പു, ജാതിക്ക, ജാതിപത്രി, സാജീരകം, വലിയ ജീരകം, ചെറിയ ജീരകം ഇതെല്ലാം കൂടി ചേർത്ത് പൊടിച്ചതാണ് ഗരം മസാല. 2 മിനിറ്റ് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, വെളുത്തുള്ളി, മല്ലി, പുതിന, ഫ്രൈഡ് ഓണിയൻ, പച്ചമുളക്, തക്കാളി, ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് മസാല ഇവിടെ റെഡിയാക്കി വെച്ചതാണ്. ഇതിൽ ചൂടാക്കിയിട്ട് ഇതിലേക്ക് ചിക്കൻ ഇടാൻ. ഈ പറയുന്ന മസാല എല്ലാം കൂടെ നമ്മൾ ചേർത്ത് വേവിച്ച് അതിൻ്റെ കറക്റ്റ് അളവത്തിലാക്കി വെച്ചിരിക്കുകയാണ്.
നീര് വറ്റാൻ വേണ്ടിയിട്ടാണ് ഒന്ന് ചൂടാക്കുന്നത്. നല്ലവണ്ണം മസാല എന്ന് പറഞ്ഞാൽ കറക്റ്റ് മസാല പോലെ നല്ല പിഴപിഴാന്നിരിക്കണം. ഇതിലേക്ക് നമ്മൾ കുറച്ച് മല്ലിയും പുതിനയും മിക്സാക്കി വെച്ചാണ് കട്ട് ചെയ്ത് അതെടുത്ത് ചേർക്കും. ചേർക്കുന്നു. പുതിനയിലേയും മല്ലിയിലേക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒരു മണം കൂടുതൽ കിട്ടും. അതെ, ഈ മണം അടിച്ചിട്ട് വേണം നമ്മുടെ കടയിലേക്ക് അളക്കരിക്കാൻ. ഒരു സ്പൂൺ ഗരം മസാല വീണ്ടും ഇടുക. നമ്മൾ ആദ്യം ഉപയോഗിച്ചിട്ടുണ്ട്, അത് ഉപയോഗിച്ചിട്ടുണ്ട്. അവസാനം പാകം ചെയ്തതിന് ശേഷം വീണ്ടും അല്പം ഗരം മസാല ഇടുക. ചിക്കൻ ഇടാൻ നേരത്തെ കുറച്ച്, അതായത് ഈ ചിക്കൻ ഇടുന്നതിന് മുമ്പായിട്ട് കുറച്ച് മണത്തിന് വേണ്ടിയിട്ടുണ്ട്, ചിക്കനിൽ മണം കിട്ടാൻ വേണ്ടി. ആവശ്യത്തിന് ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ടിട്ടില്ല. ഉപ്പ് ഇപ്പോഴാണ് നമ്മൾ ചേർക്കുന്നത്. ഉപ്പ് ഇടുമ്പോൾ 2-3 പ്രാവശ്യമൊന്നും ചേർത്ത് കളയരുത്. ഉപ്പിന് വില കുറവാണെന്ന് കരുതി ചില വീട്ടന്മാർ അങ്ങനെ ചെയ്യാറുള്ളതായിട്ട് നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് തൈര് വയ്ക്കണം. തൈര് ചേർക്കുന്നത് എന്തിനൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയാണ്. പുളി വേണം. തൈരിൻ്റെ ഒരു പുളി നമ്മുടെ ഇതിനൊരു ടേസ്റ്റ് ആയിരിക്കും. മലബാർ പാരീസിൽ എല്ലാവരും പ്രത്യേക വെറൈറ്റിയാണ്. അതെ, തൈരും കൂടെ ചേർത്ത് നമ്മളതൊന്ന് മിക്സ് ചെയ്യുന്നു. ഇതിനകത്ത് ഉപയോഗിക്കുന്നത് ചിക്കൻ ബോണുള്ളതാണല്ലോ എല്ലാം. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നമ്മൾ മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വേവിച്ചു. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇടാൻ പോകും. സുന്ദരമായ ചിക്കനുകൾ പറക്കി അങ്ങോട്ട് ഇടുകയാണ്. ചിക്കൻ്റെ പീസുകൾ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. കുറച്ചൊന്ന് വെള്ളം വരണം, കാരണം ചിക്കൻ ഇറച്ചിയിൽ കുറച്ച് വെള്ളം വരാനുണ്ട്. അതൊന്ന് വറ്റി ഒന്ന് പാകമാകുന്നതല്ലേ. സംഭവം ആവട്ടെ. ചിക്കൻ്റെ ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയുണ്ട്, ആ ഉള്ളി എടുത്ത് ഇതിലിടാം. ഇനി ഇത് ദം ആവണമെങ്കിൽ ഓഫാക്കി വെച്ചിട്ടാണ് നമ്മൾ റൈസ്. അല്ല, നമ്മൾ ചെറിയ സ്റ്റീമിൽ വെച്ചിട്ട് അതിനടിയിൽ ഒരു പലക വെക്കുന്നു. ഒരു ഇരുമ്പിൻ്റെ ഒരു തവ ഉണ്ട്. റൈസ് എന്നിട്ട് അതിലേക്ക് തവ റൈസ് അടിക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് റൈസ് ഈ തവ ചൂടായി, അതിനകത്തുനിന്നുള്ള ചൂടാണ്. ഇനി ചെറിയ നീര് വരുന്നുണ്ട്. ആ നീര് റൈസും പാടയും മിക്സ് ആകുമ്പോൾ ബിരിയാണിയുടെ യഥാർത്ഥത്തിലുള്ള ബിരിയാണിയിലേക്ക് ഇതിൻ്റെ ഇറച്ചിയുടെ എസൻസും എല്ലാം കയറി അതൊരു ദം ബിരിയാണി ആകുന്ന അപ്പോഴാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി റൈസ് അങ്ങനെ റെഡിയായി കഴിഞ്ഞു. നമ്മുടെ മസാല ചിക്കനും മട്ടനും ഇനി ദമ്മാക്കുകയാണ്. ദമ്മാക്കാൻ, രണ്ടും ദമ്മാക്കാൻ പോവാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അടുത്ത പരിപാടി റൈസ് അതിലേക്ക് ഇടാൻ പോവാണ്. ഇട്ടോളൂ. ഒരു ലെയർ റൈസ് ഇങ്ങനെ വെച്ചിട്ട് പിന്നെ നമ്മൾ ഫ്രൈ കൊണ്ടിടും. അത് ഇതിലോട്ട് വിതറാൻ പോകും. ഇത് ഗരം മസാലയും കൂടെ വരും. ഓക്കെ, മല്ലിയില പുതിനയില മിക്സാക്കി അരിഞ്ഞതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി. ഇതാണ് എൻ്റെ ടേസ്റ്റ് വരാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വേറിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അതെ അതെ. വീണ്ടും നമ്മൾ റൈസ് ലെയർ വീണ്ടും റൈസിലേക്കാണ്. വീണ്ടും ഓണിയൻ ഇടാൻ പോകുന്നു. വീണ്ടും പഴയ പരിപാടി റിപ്പീറ്റ് ചെയ്യണം. ആദ്യം ഓണിയൻ. നമ്മളിപ്പോൾ എത്ര 2 ലെയറായിട്ട് ഗരം മസാല, മല്ലിയില, മല്ലി പുതിന രണ്ടും മിക്സ് ചെയ്ത് പുതിനയുണ്ട്. പുതിനയൊക്കെ നല്ല ഒരു സ്മെല്ല് ഉണ്ടാകാനുള്ള കാരണമാണ്. വീണ്ടും അടുത്തൊരു ലെയർ കൂടെ നമ്മൾ ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഇനി റൈസ് പോകത്തില്ല. ഇനി മൂടിയിട്ട് ഇതെന്തെങ്കിലും പ്രത്യേകിച്ച് രുചി ഉണ്ടാകാൻ ചേർത്താണോ വെച്ചാണോ? അല്ല, ആവി പുറത്ത് പോകാണ്ടിരിക്കും. ആ ഒരു വെയിറ്റിന് വേണ്ടി വെച്ചാണ്. അകത്ത് മസാല കാര്യങ്ങളൊക്കെ അകത്താണ്, പുറത്തൊരു വെയിറ്റ് ആവി പുറത്ത് പോകാതിരിക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ഒരു എത്ര മിനിറ്റ്? 25 മിനിറ്റ്. ഒരു 25 മിനിറ്റ്സ് ചെയ്ത് വീണ്ടും ഒന്ന് വന്നു കഴിയുമ്പോഴത്തേക്ക് ആക്ച്വൽ ദം ബിരിയാണി റെഡിയാവും. ഇതാണ് മലബാർ ദം ബിരിയാണി, മലബാർ പാരീസിൻ്റെ സ്പെഷ്യൽ ബിരിയാണി. ബിരിയാണി നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം? നിങ്ങളെല്ലാവരും ബിരിയാണി ഉണ്ടാക്കുന്നവരായിരിക്കും. ബിരിയാണി കിറ്റ് തരും, അതിൻ്റെ ഫ്രണ്ടിൽ എഴുതി വെച്ചിട്ടുണ്ടാവും ഇങ്ങനെ ഉണ്ടാക്കുന്ന വിധം. അതൊന്നും അല്ല ബിരിയാണി. ബിരിയാണിയുടെ ടേസ്റ്റോട് കൂടി റെഡിയാക്കി കഴിക്കണമെങ്കിൽ ഇതാണ് ബിരിയാണി. കാഴ്ചയുടെ കൗതുകങ്ങളുടെ മറുനാടും മലനാടും ഇന്നിവിടെ പൂർണ്ണമാവുന്നു. ഇനി അടുത്ത ആഴ്ച. അതിനു മുമ്പ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുക. കൈനിറയെ സമ്മാനങ്ങൾ നേടുക. താങ്ക് യു.